മലയാളി മാത്രം മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ മുടക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ഇപ്പോഴും എന്തുകൊണ്ട് ആദ്യത്തെ പ്രയോറിറ്റി ഗോൾഡ് ആകും? അല്ല, അതിന് വേണ്ട തോതാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കാം. ആ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങാൻ പറ്റും? അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒരു കാഴ്ചപ്പാടില്ലാതെയാണ് എല്ലാം തുടങ്ങുന്നത്. 3 മാസം കൊണ്ട് എനിക്കെന്ത് തിരിച്ചു കിട്ടും, 3 മാസം കഴിയുമ്പോഴത്തേക്കും. കാരണം ഞാൻ പല ഇതിനകത്തും പഠിച്ചിട്ടുള്ളത്, നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എപ്പോഴും ചിന്തിക്കേണ്ടത് 1000 ദിവസം കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. 1000 ദിവസം എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷമല്ല, 3 മാസം കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടും. അപ്പം അത് കൂടാതെ ഇപ്പോൾ ETFs ഉണ്ട്, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 1 പവൻ വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ ഫുൾ ഫണ്ട് പോലും വേണമെന്നില്ല. വാങ്ങിക്കാം, വിൽക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വല്ലത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത്. ഇതൊരു എന്താ പറയണ്ടേ, കുറച്ചുകൂടെ പണമിടപാടിൽ മലയാളി കൂടുതൽ കരുതലോടുകൂടി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഇതിന് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്കൊരു ക്യാമ്പയിൻ നടത്തിയാൽ പോലും ഇതിൽ നിന്ന് മലയാളിയെ മാറ്റാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ ചർച്ച പരിശോധിക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം സ്വർണം കരുതൽ ധനം ആണ് എന്നുള്ളതാണ്. പക്ഷെ മലയാളിക്ക് മാത്രമാണ് സ്വർണം കരുതൽ ധനമാകുന്നത്. എല്ലാവർക്കും കരുതൽ ധനം എന്ന് പറയുന്ന എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം. പക്ഷെ വിദേശത്തൊന്നും ഇതേ രീതിയിൽ ഒരു സ്വർണത്തോടൊരു അഭിനിവേശം വരുന്നില്ല. മലയാളി മാത്രം സ്വർണത്തെ കരുതൽ ധനമായി കാണുന്നു. ഇപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ഗേൾസും ബോയ്സും ആണെങ്കിൽ കല്യാണത്തിന് ഡയമണ്ടിൻ്റെ ഒരു മാല, സ്റ്റഡ്സ്, ഒരു സെറ്റ് മാത്രമായിരിക്കും ധരിക്കുന്നത്. പക്ഷേ അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ 1 കിലോയോ എന്തുമാത്രം സ്വർണ്ണം എന്ന് വെച്ചാൽ അത് മുഴുവനും കാണും. അത് എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പക്ഷേ എങ്കിലും സ്വർണത്തോടുള്ള ഭ്രമം അവിടെയും മാറുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുക്കൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ ഒരുമാതിരി കല്യാണങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തോന്നും ആ ചെറുക്കൻ്റെ വില മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ കഴുത്തേ കിടക്കുന്ന ആഭരണങ്ങൾ കൊണ്ടാണ്. പാതാതികേശം സ്വർണ്ണമുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹി ഈസ് വാല്യൂഡ് സോ മച്ച് എന്ന രീതിയിലാണ് പേരൻസും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് സ്വർണം വേണ്ട, ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പണം പെണ്ണിൻ്റെ പേരിൽ ബാങ്കിൽ ഇട്ടുള്ളൂ എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ആൺകുട്ടികൾ ഇല്ലാത്ത ഒരു കാലം. പെൺകുട്ടികൾക്ക് ചങ്കൂറ്റമുണ്ടോ അത്രയും സ്വർണം അണിഞ്ഞ് കല്യാണത്തിൽ നിൽക്കില്ല എന്ന് പറയാൻ? ചങ്കൂറ്റമുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അഥവാ ചങ്കൂറ്റം കാണിച്ചാലും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതേ പാതയിലേക്ക് തന്നെ കൊണ്ടുവരും. അപ്പം നമുക്ക് എന്നുവെച്ചാൽ എത്രത്തോളം ഞാൻ ലിബറൽ ആണ് എന്ന് പറഞ്ഞാലും ഈ സമൂഹത്തിൽ നമുക്ക് തീരുമാനിച്ചു തന്നിരിക്കുന്ന കുറച്ച് അതിർവരമ്പുകളുണ്ട്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ചാടിക്കിടക്കാൻ പറ്റില്ല. അങ്ങനെ വലിയൊരു ക്യാമ്പയിൻ പോലെ ഞങ്ങളൊന്നും ഇനി സ്വർണ്ണം ഇടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ക്യാമ്പയിൻ പോലും നമുക്ക് നടത്താൻ പറ്റില്ല. എല്ലാ ദിവസവും വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അക്ഷയ തൃതീയയുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും സ്വർണ്ണമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സ്വർണത്തിന് ബന്ധം കൊടുത്തത് ആരാണ്? നമ്മുടെ മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് അക്ഷയ തൃതീയ ആ ഒരു രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പരശുരാമൻ്റെ ജന്മദിനം എന്നാണ് അക്ഷയ തൃതീയ അറിയപ്പെടുന്നത്. പരശുരാമന് സ്വർണ്ണമായിട്ട് ബന്ധമില്ലായിരുന്നു, പക്ഷേ മലയാളികൾ സ്വർണത്തിന് അതുമായി ഏതോ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ഒരു സാധനത്തെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഒരു 15 വർഷം മുമ്പേ ഒരു രാഷ്ട്രീയ പ്രവർത്തകരല്ല, പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ ചിന്തയടക്കമുള്ള ഒരു രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന കുറച്ചു പേര് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവരും ഈ രീതിയിലായിരിക്കും പറയുക. ഒരു 10-20 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. വല്ലാതെ ഒരു മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് മാറിയോ? സ്വർണ്ണം ഉപയോഗിക്കുന്നതിലെ ആറ്റിറ്റ്യൂഡ് മാറിയോ എന്ന് ചോദിച്ചാൽ ഇതുപോലൊരു എക്സിബിഷൻ സ്വർണത്തിൻ്റെത് കടന്നു വന്നത് ഈ അടുത്ത കാലങ്ങളിലാണ്. അല്ലെങ്കിൽ വിവാഹത്തിന് ഇതേ രീതിയിൽ സ്ത്രീ ഒരുങ്ങി നിൽക്കണം എന്നൊരു കാഴ്ചപ്പാടൊക്കെ അന്നും സ്ത്രീധനം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇത്ര രീതിയിൽ സ്വർണത്തെ ഒരു വലിയ പ്രദർശന വസ്തുവാക്കി മാറ്റിയത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ യാതൊരു നാണക്കേടുമില്ല. ഇത് ഒരു വലിയ അഭിമാന ചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പരസ്യങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന സിനിമാ താരങ്ങൾ വരെ വന്നു. ഇപ്പം മാലിന്യ സംസ്കരണവും സ്വർണവും തമ്മിൽ എന്താ ബന്ധം? പക്ഷെ മാലിന്യ സംസ്കരണത്തിന് സാമൂഹിക പ്രതിബദ്ധാർത്ഥം എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്ന ഒരു സ്വർണ്ണക്കടയുടെ പേരാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കടയൊക്കെ യാതൊരു തരത്തിൽ, അല്ലെങ്കിൽ പ്രണയവും സ്വർണവും തമ്മിൽ എന്താണ് ബന്ധം, വിശ്വാസവും സ്വർണവും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെയൊക്കെയുള്ള നല്ല വാക്കുകളെ സ്വർണവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് സ്വർണം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വിശ്വാസം വരും, പ്രണയം വരും. യഥാർത്ഥത്തിൽ സ്വർണം കിട്ടാതിരിക്കുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. സെക്യൂരിറ്റി ഉള്ള ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് സ്വർണം കുറച്ച് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണമായിട്ട് എനിക്ക് തന്നെ ഒരു പറ്റിയ, ഞാനൊന്ന് ടൂർ പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു രൂപയുടെ ആവശ്യം വന്നു. ബാങ്കിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ കയ്യിൽ കിടന്ന ഒരു മോതിരം എടുത്ത് വിൽക്കേണ്ടി വന്നു, അത് പണയം വെച്ച് എനിക്ക് സാധനം എടുക്കേണ്ടി വന്നു. അത് ലിക്വിഡിറ്റിയുടെ പ്രശ്നം. പക്ഷേ ഈ ആഭരണം
വളരെ ഭംഗിയുള്ള ധാരാളം വില കൊടുത്ത് അതിൻ്റെ പണിക്കൂലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ആഭരണം ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമില്ല. അതിന് പകരം കോയിൻ കുറച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല. എനിക്കറിയാം എത്രയോ പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പൊളിഞ്ഞ് പാളിസായി ബാംഗ്ലൂരിലും മറ്റും അല്ലെങ്കിൽ വെളിയിലോട്ട് ഓടിപ്പോയി. കേരളത്തിൽ നമ്മൾ രൂപ കൊണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നാൽ ഭേദം ഇത് നമ്മൾ ഗോൾഡ് കോയിൻ എടുത്ത് വയ്ക്കുകയാണ് സുരക്ഷിതത്വം. വേറൊന്നുമല്ല, ഇവിടുത്തെ ഒരു സംവിധാനം അതാണ്. ഒരു ഓഹരി വിപണിയിൽ വലിയ നേട്ടമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതെല്ലാം നോക്കുന്ന മലയാളി ഒരിക്കലും അതിലേക്കൊന്നും ഇതുപോലത്തെ ഒരു റഷ് കാണിക്കാറില്ല. ഓഹരി വിപണിയിൽ ഇങ്ങനെ ഒരു താഴ്ച വരുമ്പോഴത്തേക്കും അധികം മേടിച്ചു വയ്ക്കുമോ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോവില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഇത് പറയുന്ന പോലെ ഗോൾഡ് ഒരു ആഡംബര ഇതുകൂടെയാണ്. കാരണം അതിന് പുറത്ത് കാണിക്കാനുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഷെയർ ഒരിക്കലും നമുക്ക് പുറത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. നമുക്ക് ഇപ്പം ഈ പറയുന്ന പോലെ നമുക്കൊരു റൂമർ വരുമ്പോഴത്തേക്കും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയി എന്ന് പറഞ്ഞ് വളരെ വയസ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.